വേനൽക്കാലം ചൂട് കനത്തു തുടങ്ങി. ഇനി മറ്റ് രോഗങ്ങൾക്കൊപ്പം നാം സൂക്ഷിക്കേണ്ടത് ഇഴജന്തുക്കളെയാണ്. കനത്ത വേനൽ ചൂടിന്റെ ആധിക്യം വർദ്ധിച്ചതോടെ ഉഗ്രവിഷമുള്ള പാമ്പുകൾ ഇപ്പോൾ മാളങ്ങളിൽ നിന്ന് പുറത്തിറങ്ങി തുടങ്ങിയിരിക്കുന്നു. ഇപ്പോഴിതാ കോതമംഗലത്ത് വീടിന്റെ ശുചിമുറിയിൽ നിന്ന് കൂറ്റൻ രാജവെമ്പാലെ പിടികൂടിയ ഞെട്ടിക്കുന്ന വാർത്തകളും പുറത്തുവരികയാണ്. നമുക്കറിയാം, ലോകത്തിലെ തന്നെ ഏറ്റവും നീളമേറിയ വിഷപ്പാമ്പാണ് രാജവെമ്പാല. പുന്നേക്കാട് കൊണ്ടിമറ്റം സ്വദേശിയുടെ വീട്ടിലെ ശുചിമുറിയിൽ നിന്നാണ് ഇപ്പോൾ ഉഗ്രവിഷമുള്ള രാജവെമ്പാലയെ പിടികൂടിയിരിക്കുന്നത്. ഏകദേശം 15 അടിയോളം നീളമുള്ള കൂറ്റൻ രാജവെമ്പാല എന്നാണ് വിവരങ്ങൾ. ഇക്കഴിഞ്ഞ ദിവസം വൈകിട്ട് വീട്ടുകാർ രാജവെമ്പാലയെ കാണുകയായിരുന്നു. ഭയപ്പെട്ട് വീട്ടുകാർ ഉടൻ തന്നെ വനം വകുപ്പിനെ വിവരമറിയിച്ചു. തുടർന്ന് പുന്നേക്കാട് നിന്നെത്തിയ പാമ്പ് പിടുത്ത വിദഗ്ധരാണ് കുറേയേറെ സമയം പണിപ്പെട്ട് ഈ പാമ്പിനെ പിടികൂടിയതെന്നാണ് വിവരങ്ങൾ. തുടർന്ന് ഇതിനെ വനത്തിലേക്ക് തന്നെ തുറന്നു വിട്ടേക്കും. വനമേഖലയോട് ചേർന്ന പ്രദേശത്താണ് ഈ വീടുള്ളത്. അതാണ് ശുചിമുറിയിൽ രാജവെമ്പാല എത്തിയതെന്നാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിഗമനവും. മാത്രമല്ല, വളരെ സുരക്ഷിതമായി തന്നെയാണ് വനപാലകർ ഈ പാമ്പിനെ പിടികൂടിയത്. വളരെ വിസ്താരമേറിയ ഇടങ്ങളിൽ മാത്രം സഞ്ചരിക്കുന്ന കടുത്ത വിഷമുള്ള രാജവെമ്പാല പ്രകോപനമുണ്ടായാൽ അതീവ അപകടകാരിയാണെന്ന് മാത്രമല്ല, രാജവെമ്പാലയുടെ കടിയേറ്റാൽ മരണം സുനിശ്ചിതമാണ്. അതിനിവിടെ മരുന്നൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് ഇതിനു മുൻപ് തന്നെ പാമ്പ് സംരക്ഷകനും പരിസ്ഥിതി പ്രവർത്തകനുമായ വാമ സുരേഷും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതായത്, ചൂട് കൂടുമ്പോൾ പാമ്പുകളുടെ ശരീരത്തിലെ ജലാംശം കുറയുന്നത് കൊണ്ട് തന്നെ അവ തണുപ്പുള്ള സ്ഥലം തേടി ഇറങ്ങും. പാമ്പുകളുടെ ശരീരത്തിലെ വിഷത്തിന്റെ വീര്യം ഈ സമയം വർദ്ധിക്കും. ഇക്കാര്യങ്ങളിലെല്ലാം തന്നെ ജാഗ്രത വേണമെന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അത് മാത്രമല്ല, വേനൽക്കാലത്ത് പാമ്പ് കടിയേറ്റാൽ കൂടുതൽ വിഷം ശരീരത്തിൽ കയറാനുള്ള സാധ്യത ഏറെയാണ്. വനമേഖലകളും തോട്ടം മേഖലകളുമുള്ള ജില്ലകളിൽ പാമ്പുകളുടെ സാന്നിധ്യം കൂടുതലാണ്. രാത്രികാലങ്ങളിലും അശ്രദ്ധയോടെ നടക്കുമ്പോഴുമൊക്കെ കൂട്ടിയിട്ടിരിക്കുന്ന ചപ്പുചവറുകൾ നീക്കാൻ ശ്രമിക്കുമ്പോഴും വിഷജീവികളുടെ കടിയേൽക്കാൻ സാധ്യത ഏറെയാണ്. അതുകൊണ്ട് തന്നെ പാമ്പ് കടി ഏൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടി അദ്ദേഹം നിർദ്ദേശിക്കുകയാണ്. അതിലൊന്നാമതായി പറയുന്നത്, കാട് പിടിച്ചു കിടക്കുന്ന പരിസരം തീയിടരുത്. കാരണം തീയുടെ ചൂട് ഏൽക്കുമ്പോൾ പാമ്പുകൾ പുറത്തേക്ക് കടക്കും. തുടർന്ന് വീടിനോട് ചേർന്ന് വിറക് അടുക്കി വെക്കരുതെന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ്. പാമ്പുകൾ ഇവയ്ക്കുള്ളിൽ ഒതുങ്ങുകയും അവിടെ കിടന്ന് തുറന്നിട്ട ജനലിലൂടെ വീട്ടിൽ കയറുകയും ചെയ്യും. മാത്രമല്ല, ജനാലയ്ക്ക് സമീപം സൈക്കിൾ, ബൈക്ക്, ഏണി, വടി തുടങ്ങിയവയൊന്നും സൂക്ഷിക്കരുത്. ഇവയിലും പാമ്പ് കയറിപ്പറ്റിയാൽ ഇത് വീട്ടിനുള്ളിലേക്ക് കടക്കും. പരിസരത്തോട് ചേർന്ന് തൊണ്ട്, ചിരട്ട, ഇഷ്ടിക തുണ്ടുകൾ, ഓട് തുടങ്ങിയവ ഒന്നും കൂട്ടിയിടരുത്. ഷൂസ് അടക്കം കവറിങ്ങുള്ള ചെരുപ്പുകൾ മുറ്റത്തിടരുത്. അതിൽ പാമ്പുകൾ കയറിയിരിക്കും. വാതിൽ തുറന്നിടരുത്. ചുവരിനോട് ചേർന്നാണ് ഇഴജന്തുക്കൾ സഞ്ചരിക്കുന്നത് എന്നുള്ളത് ഓർക്കുക. വീടിനോട് ചേർന്ന് പടരുന്ന ചെടികൾ ഒഴിവാക്കണം. വീടിന്റെ പരിസരത്ത് മാളങ്ങൾ ഉടൻ അടയ്ക്കുക. പറമ്പ് വൃത്തിയാക്കുക എന്നത് പ്രധാനമാണ്. ആഴ്ചയിൽ ഒരിക്കൽ ഡീസൽ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആ ഭാഗത്തേക്ക് ഗന്ധം കാരണം പാമ്പുകൾ അടുക്കില്ല. മറ്റൊന്ന്, മലിനജലം കെട്ടി നിൽക്കാൻ അനുവദിക്കരുത്. പാമ്പുകൾ ദാഹം തീർക്കാൻ അവിടെ എത്തിയേക്കും. അടുത്ത പറമ്പിലേക്ക് മാലിന്യം തള്ളരുത്. എലിയെ പിടിക്കാൻ എത്തുന്ന പാമ്പുകൾ ഒരുപക്ഷെ അവിടേക്ക് നമ്മുടെ പറമ്പിലേക്കും പിന്നീട് വീട്ടിനുള്ളിലേക്കും കടക്കാൻ സാധ്യത ഏറെയാണ്. അതുകൂടാതെ പാമ്പുകളുടെ സാന്നിധ്യം ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് വീടും പരിസരവും ഒക്കെ വൃത്തിയായി തന്നെ സൂക്ഷിക്കുക. അടുക്കള, വാട്ടർ ടാങ്ക് തുടങ്ങി തണുപ്പേറിയ സ്ഥലങ്ങൾ പ്രത്യേകം സൂക്ഷിക്കണം. ഇവിടെ ഇടയ്ക്കിടെ ശ്രദ്ധയോടെ വൃത്തിയാക്കുക. വീട്ടിനുള്ളിലേക്കുള്ള ഓവുചാലുകളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ അടച്ചു സൂക്ഷിക്കുകയും ചെയ്യണം. വാതിൽപ്പാളികൾക്കിടയിലും വിടവുണ്ടോ എന്നത് പരിശോധിക്കുക. വീട്ടിന് മുന്നിലിടുന്ന ചവിട്ടിക്കടിയിൽ പാമ്പുകൾ ചുരുണ്ടുകൂടാൻ സാധ്യതയുള്ളതിനാൽ ഇവയും പരിശോധിക്കുക. ചെരുപ്പുകൾ, ഷൂസുകൾ എന്നിവ ഇടമുമ്പ് തന്നെ പരിശോധിക്കണം. ഇവ വീടിന് പുറത്തിടാതെ അകത്ത് തന്നെ സൂക്ഷിക്കുക. വിറക് തുടങ്ങിയ വസ്തുക്കൾ സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലങ്ങളും നിരീക്ഷിക്കുക. ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളും യാത്രയ്ക്ക് മുമ്പ് തന്നെ പരിശോധിക്കുന്നത് നന്നായിരിക്കുമെന്ന് തന്നെ അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു. കടുത്ത വേനലും ആവാസ വ്യവസ്ഥയിൽ വരുന്ന മാറ്റങ്ങളുമൊക്കെ കാരണം ഇവ മാളത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയായിരിക്കും. ഒരാൾക്ക് പാമ്പുകടി ഏറ്റാൽ അയാളെ എത്രയും വേഗം പാമ്പുകടി ചികിത്സയ്ക്കുള്ള സംവിധാനമുള്ള ആശുപത്രിയിൽ എത്തിക്കുക എന്നത് തന്നെയാണ് ഇതിൽ പരമപ്രധാനം. ശരീരത്തിൽ വ്യാപിക്കുന്ന വിഷത്തിന്റെ അളവ് പരമാവധി കുറയ്ക്കുക എന്നത് തന്നെയാണ് പ്രഥമ ശുശ്രൂഷയുടെ ലക്ഷ്യവും. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ രോഗിയെ പരിചരിക്കണം. അടിയന്തര സഹായത്തിനായി സർപ്പ മൊബൈൽ ആപ്പ് പോലുള്ള സംവിധാനങ്ങൾ സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. കടിയേറ്റ ശേഷമുള്ള ആദ്യ 1.5 മിനിറ്റ് ഏറെ നിർണായകമാണ്. പാമ്പ് കടിയേറ്റ വ്യക്തിയെ നിരപ്പായ പ്രതലത്തിൽ കിടത്തുക. കടിച്ച ഭാഗം മുകളിലേക്ക് ഉയർത്താൻ ശ്രമിക്കരുത്. പാമ്പ് കടിയേറ്റ വ്യക്തിയെ ഭയപ്പെടുത്താതെ ആത്മവിശ്വാസം നൽകുക എന്നതും പ്രധാനമാണ്. കടിയേറ്റ ആളെ ഉടനടി ആശുപത്രിയിൽ എത്തിക്കുക. പാമ്പ് കടിയേറ്റ ആൾക്ക് മധുരമുള്ള പാനീയങ്ങൾ നൽകുന്നത് ഒഴിവാക്കുക. ഒരു കാരണവശാലും ആൽക്കഹോൾ പാടില്ല. ചിലരാകട്ടെ മൂത്രം വിഷമിറങ്ങാൻ ഉത്തമ പ്രതിവിധിയാണെന്ന് പറഞ്ഞ് കുടിപ്പിക്കുന്നു. ഇങ്ങനെ ചെയ്യാനേ പാടില്ല. പാമ്പിന്റെ കടിയേറ്റാൽ അധികം നടക്കാനും ഓടാനും ഒന്നും പാടില്ല. ശരീരം ഇളകാതെ നോക്കണം. പാടശേഖരങ്ങളിലും വെള്ളം നനയുന്ന തണുപ്പുള്ള സ്ഥലങ്ങളിലുമൊക്കെ പാമ്പുകൾ കിടക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം സ്ഥലങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ പാമ്പിന്റെ കടിയേൽക്കാനുള്ള സാധ്യത ഏറെയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.